Hello everyone, welcome to iGENHut Flavours segment. Salad ഇഷ്ടമാണോ? Passion fruit salad ആയാലോ? iGENHut Flavours segmentന്റെ സ്പെഷ്യൽ ഗസ്റ്റ് എപ്പിസോഡിൽ ഇന്ന് എത്തുന്നത് തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിലെ സോഷ്യൽ സയൻസ് ഫാക്കൽറ്റി ദീപാമോൾ ടീച്ചറാണ്. ടീച്ചറിൻ്റെ കുറേ നാടൻ വിഭവങ്ങളുണ്ട്. ഞങ്ങളുടെ സ്കൂളിലാണെങ്കിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേയോ വെഡ്ഡിങ് ആനിവേഴ്സറിയോ ഒക്കെ വരുമ്പോൾ ആഘോഷം വളരെ കേമമാണ്. ആഘോഷങ്ങൾക്ക് ഒത്തിരി സ്നാക്ക് ഐറ്റം മിക്കവാറും ഞങ്ങളൊക്കെ ബേക്കറിയിൽ നിന്നാണ്, പുറത്തുനിന്നൊക്കെയാണ് ഓർഡർ ചെയ്യുക. എന്നാൽ ചില ടീച്ചേഴ്സ് ഉണ്ടാക്കിക്കൊണ്ടുവരും വളരെ ടേസ്റ്റി ആയിട്ട്. അതും ഇത്രയും പേർക്കൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. സമയം കണ്ടെത്തി ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഒരാളാണ് ദീപാമോൾ ടീച്ചർ. ടീച്ചറിൻ്റെ കുമ്പിളപ്പമൊക്കെ വളരെ സോഫ്റ്റായിട്ടുള്ള കുമ്പിളപ്പം എന്ത് രുചിയാണെന്ന് കഴിക്കാൻ. നല്ല അടിപൊളിയായിട്ട് ടീച്ചർ അതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരും. ഇന്ന് ടീച്ചർ നമ്മോട് ഒപ്പം ഉള്ളത് പാഷൻ ഫ്രൂട്ട് കുക്കുംബർ സാലഡുമായിട്ടാണ്. ടീച്ചറിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പാഷൻ ഫ്രൂട്ടാണ്. അതുകൊണ്ടൊരു സാലഡ് ഉണ്ടാക്കി ആണ് നമ്മളുടെ മുൻപിൽ ടീച്ചർ പ്രസൻറ്റ് ചെയ്യുന്നത്. മറ്റൊരു പാഷൻ ഫ്രൂട്ട് ഡിഷും ടീച്ചറിൻ്റെ കയ്യിലുണ്ട്. അത് നമ്മൾക്ക് വേണ്ടി അടുത്ത എപ്പിസോഡിൽ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നൗ ലെറ്റ്സ് ഗോ ഡയറക്ട്ലി ടു ദ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്ന പാഷൻ ഫ്രൂട്ട് കൊണ്ടുള്ള ഒരു വിഭവമാണ് പാഷൻ ഫ്രൂട്ട് കുക്കുംബർ സാലഡ്. പാഷൻ ഫ്രൂട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്ന ഒരു പഴമാണെന്ന് നമുക്കറിയാം. എന്തായാലും ഈ സമയത്ത് പാഷൻ ഫ്രൂട്ടും കുക്കുംബറും ധാരാളം നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ സാലഡ് തയ്യാറാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്: കുക്കുംബർ, പാഷൻ ഫ്രൂട്ട്, സവാള, ക്യാരറ്റ്, മുളക്, ചെറുനാരങ്ങ, കുരുമുളക് പൊടി, ഉപ്പ്, മല്ലിയില, ഇഞ്ചി. നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന 250 ഗ്രാം കുക്കുംബറാണ്. 2 പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി ആരംഭിക്കാം. സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കുംബറിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നു. സവാള നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ഇതിലേക്ക് നമ്മൾ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നു, പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നു. 3 പത്രമാണ് അതിന് വേണ്ടി എടുത്തത്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില, 1 ടീസ്പൂൺ മല്ലിയില ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് നമ്മൾ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നു. ഇനി ഓരോരുത്തരുടെയും ആവശ്യാനുസരണം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഫ്ലേവർ വേണ്ടതനുസരിച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്കറിയാം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പാഷൻ ഫ്രൂട്ടും കുക്കുംബറും ആയതുകൊണ്ട് തന്നെ പാഷൻ ഫ്രൂട്ടിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൽ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് വൈറ്റമിൻ സിയും ബീറ്റ ക്രിപ്റ്റോസാന്തിനും ആൽഫ കാരോട്ടിനുമൊക്കെ. ഒപ്പം അയൺ കണ്ടൻറ്റ് ഇതിൽ ധാരാളമുണ്ട്. കൂടാതെ റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ വൈറ്റമിൻ B6, നിയാസിൻ, വൈറ്റമിൻ B3 എന്നിവയൊക്കെ നമ്മുടെ ശരീരത്തിലെ തൈറോയിഡിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളാണ്. ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു പഴമാണ് ഈ പാഷൻ ഫ്രൂട്ട്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ചെറുനാരങ്ങ വൈറ്റമിൻ സി കൊണ്ട് സമ്പുഷ്ടമാണെന്ന് നമുക്കറിയാം. ഒപ്പം ഇത് നല്ല ഫ്ലേവറും കൂടി തരുന്നു. ചെറുനാരങ്ങ നീരും കൂടി കൊടുത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. കുക്കുംബറിനെ പറ്റി പറയുകയാണെങ്കിൽ 1 കപ്പ് സ്ലൈസ് ചെയ്ത കുക്കുംബറിൽ നമുക്ക് 14 to 19% വൈറ്റമിൻ കെ കിട്ടുന്നു. ഇതിൽ വൈറ്റമിൻ ബി ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, മിനറൽസ് ആയിട്ടുള്ള കോപ്പറും ഫോസ്ഫറസും പൊട്ടാഷ്യവും മഗ്നീഷ്യവും ഒക്കെ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇനി മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ക്യാരറ്റ്. ബീറ്റാ കരോട്ടിൻ ധാരാളമുണ്ട് ക്യാരറ്റിൽ. ഈ ബീറ്റാ കരോട്ടിനെയാണ് നമ്മുടെ ബോഡി വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറെ ആവശ്യമാണ് വൈറ്റമിൻ എ. കാറ്ററാക്റ്റ് അല്ലെ തിമിരം പോലുള്ള അസുഖങ്ങളെയൊക്കെ തടയുന്നത് വൈറ്റമിൻ എ ആണ്. എന്തായാലും നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ പോഷക സമ്പുഷ്ടമാണ്, വളരെ ഈസിയാണ്. ഇതിൻ്റെ ടേസ്റ്റ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുമല്ലോ അല്ലേ?
താങ്ക് യു. പാഷൻ ഫ്രൂട്ട് കുക്കുംബർ സാലഡ് ഉണ്ടാക്കി നോക്കുമല്ലേ? നോക്കണം കേട്ടോ. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അത് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കൈൻഡ്ലി സബ്സ്ക്രൈബ് ദ ചാനൽ. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് സെഗ്മെൻറ്റ്. അടുത്ത സെഗ്മെൻറ്റിൽ ദീപാമോൾ ടീച്ചറിൻ്റെ തന്നെ പാഷൻ ഫ്രൂട്ട് കൊണ്ടുള്ള മറ്റൊരു വിഭവമായി ഞങ്ങൾ എത്തുന്നതാണ്. സോ സീ ഇൻ ദാറ്റ് വീഡിയോ. ബൈ.